ഇത് ചേട്ടാ പറഞ്ഞാ കേക്കില്ല. ചേട്ടൻ പോ, വൈകുന്നേരം ഞാൻ വരാം. ഞാൻ പോവില്ല. ഉയ്യോ, ആ കിളവൻ കയറി വരും. ഏത് കിളവൻ? ആ രാമൻ നായര്. വൈകുന്നേരം അവിടെ എന്തോ പണിയുണ്ട്, എന്നെ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞതാ. എന്തോന്നോ അങ്ങനെയൊന്നുമില്ല. ചേട്ടൻ പോന്നേ. നീ ഉടനെ വരണം. ചേട്ടൻ പറഞ്ഞാ പിന്നെ ഞാൻ വരാതിരിക്കോ? പോന്നേ. വരണമെന്ന്. വരാ. ഉടനെ വരണം. വരാ. ചേട്ടാ, ഉടുപ്പ്. ഞാനതങ്ങ് മറന്നുപോയി. നീ വൈകിട്ടങ്ങ് വരണേ. അവനെ ഞാൻ ഗുരുവായൂരപ്പ രക്ഷിക്കണേ. അമ്മേ, അമ്മേ. എന്താ പതിവില്ലാതൊന്ന് നേരത്തെ വന്നത്? എനിക്ക് അമ്മയോട് ഒരു കാര്യം പറയാനുണ്ട്. എന്തോന്ന്? നാളെ അമ്മ അമ്മാവനെ പോയെന്ന് കാണണം. ഓ, എന്താ ഇന്ന് അമ്മാവനോട് ഇത്ര പ്രത്യേക സ്നേഹം? ഞങ്ങളുടെ കാര്യം ഒന്ന് സംസാരിക്കണം. ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ? എന്റെയും ഗീതയുടെയും കാര്യം. ഓ, അതാണോ കാര്യം? അത് അനന്തരം അങ്ങ് നേരിട്ട് പറഞ്ഞാ മതി. നാണമില്ലല്ലോടാ നിനക്കിത് പറയാൻ. എന്തോന്ന് എത്ര നാണിക്കാൻ? എടാ, ആ കണ്ടത്തിലെ കാര്യങ്ങളൊക്കെ ഒന്ന് സഹായിക്കാൻ വേണ്ടി എത്ര കാലമായി ചേട്ടൻ നിന്നോട് പറയുന്നു. ഒരു ദിവസമെങ്കിലും നീ ആ മനുഷ്യനെ സഹായിച്ചിട്ടുണ്ടോ? കണ്ട തെങ്ങിന്റെ മൂട്ടിലൊക്കെ ഇരുന്ന് ചീട്ടും കളിച്ചിരുന്നിട്ട് ഇപ്പൊ കല്യാണം വേണമെന്നും പറഞ്ഞ് അങ്ങോട്ട് ചെന്നേരെ. ഓ, ഇയാളങ്ങോട്ട് ചെല്ലാൻ വേണ്ടി അവിടെ കാത്തിരിക്കുകയല്ലേ. എടാ, നിനക്കറിയാമോ ഇവിടെ എങ്ങനെയാ ചെലവ് നടക്കുന്നതെന്ന്? അമ്മ ഈ പഴംപുരാണം എത്ര തവണ പറഞ്ഞതാ? എത്ര പറഞ്ഞാലും തീരത്തില്ലടാ. തീർക്കാൻ നിന്നെ കൊണ്ടോട്ട് പറ്റത്തുമില്ല. എന്താ ഇതിന് മാത്രം പറയാൻ? അച്ഛനുള്ളപ്പോൾ ഈ വീട് എങ്ങനെ കഴിഞ്ഞിരുന്നതാണെന്ന് നിനക്കറിയാമോ? ഒരാളിനെ കൊണ്ട് സമ്പാദിക്കാവുന്നതെല്ലാം അദ്ദേഹം സമ്പാദിച്ചു വെച്ചു. എന്നിട്ടും എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് കരുതി എന്റെ ചേട്ടൻ ഈ വലിയ വീടും പറമ്പും എന്റെ പേർക്ക് എഴുതി വെച്ചു. എന്നിട്ടിപ്പോ എന്ത് പറ്റി? ആ വടക്കേ പേര് ചോർന്നൊലിക്കാൻ തുടങ്ങിയിട്ട് എത്ര മാസമായടാ. എന്നിട്ട് അതൊന്നും നന്നാക്കാൻ പോലും നിന്നെ കൊണ്ട് കഴിഞ്ഞില്ലല്ലോ. നമുക്കെന്തിനാ എത്ര വലിയ വീട്? ഇതങ്ങ് വിറ്റ് തൊലിക്കരുത്. പറയാൻ എളുപ്പമാ. നീ വിചാരിച്ചാൽ ഒരു വീട് വേണ്ട, ഒരു മുറി ഉണ്ടാക്കാൻ ഒക്കുമോടാ? എന്റെ ഉയരുള്ളിടത്തോളം കാലം ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ ചത്തതിന് ശേഷം നീ വിൽക്കുകയോ തൊലയ്ക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തു. ഇതൊന്നുമല്ല ഇപ്പൊ കാര്യം. അമ്മ നാളെ പോയി അമ്മാവനെ കാണണം. എന്നെ കൊണ്ട് പറ്റിയല്ല. അതെന്താ? അവൾ എന്റെ മുറപ്പെണ്ണല്ലേ? അതിന് അവളോട് സമ്മതിക്കണ്ടേ? എല്ലാം അവളുടെ സമ്മതത്തിന് വിടുന്നതുകൊണ്ടായതൊക്കെ. ഏതൊക്കെ? അവക്കിപ്പോ എന്തോ പറ്റി? ഒന്നും പറ്റിയില്ല, പറ്റാൻ പോകുന്നേ ഉള്ളൂ. നീ എന്തോ നാടായി പറഞ്ഞു വരുന്നത്? ഇപ്പൊ ഞാനിങ്ങോട്ട് വരുമ്പോ അവള് ഗോപിയുടെ കൂടെ ബോട്ടേ പോകുന്നു. അതിനിപ്പോ എന്താ? ഒന്നുമില്ലേ, അമ്മയ്ക്ക് ഇവിടെ ഇരുന്നാ മതി. നാട്ടുകാർ പറയുന്ന മുഴുവൻ ഞാനാ കേൾക്കേണ്ടത്. നാട്ടുകാരെന്തോ പറയാനാ? കൂടിപ്പോയാൽ അവര് തമ്മിൽ സ്നേഹമാണെന്ന് പറയും. അതിനൊന്നുമില്ലേ? എന്താന്ന്? അവൻ നല്ലൊരു ചെറുപ്പക്കാരൻ, യോഗ്യൻ. ഭാര്യ തല്ലിക്കൊന്നവന്റെ മോനായതാണ് അവന്റെ യോഗ്യത. എന്താണ് അവന് യോഗ്യത കുറവ്? പഠിത്തമുണ്ട്, ഉദ്യോഗമുണ്ട്, നല്ല സ്വഭാവം. അവര് തമ്മിൽ അടുപ്പവനെ കല്യാണം നടത്തിക്കും. പിന്നെ അത് നമുക്ക് കാണാം. എന്തോ കാണാന്? ഇയാളെ വരുതിക്കല്ലേ അവിടെ ഓരോന്നും നടക്കുന്നത്. വരുതിക്കാണോന്ന് നമുക്കൊന്ന് കാണാം. ബഹളം ഉണ്ടാക്കണ്ടെന്ന് വെച്ചിട്ടാ. നീ എവിടെ പോന്നു? ഉണ്ടിട്ട് പോടാ. എനിക്ക് വേണ്ട, പട്ടിക്ക് കൊടുത്തേരെ. അതായിരുന്നു ഇതിലും നല്ലത്. അല്ല ഗോപിയോ, ഞാന് പറഞ്ഞ് വായിലോട്ടിട്ടതേ ഉള്ളൂ. നമുക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഈ ബോർഡും തൂക്കട്ടെ. എന്താണോ ഇത്രയും വേഗം ഊണ് തീർന്നു? ഊണുണ്ടായിട്ട് വേണ്ടേ തീരാൻ? നിന്നോട് ചോദിച്ചോ. അല്ല, അവൻ പറഞ്ഞതിനും കാര്യമുണ്ട്. ഇതിന്റെ പുറകിലൊക്കെ ചരിത്രമുണ്ട്. എന്നിട്ട് ഞാൻ അത് ജോലി ചെയ്യുന്നത് താജ്മഹൽ എന്നൊരു 5 സ്റ്റാർ ഹോട്ടലാണ്. അതിന് തൊട്ട് മുമ്പ് കുത്തബ് മിനാർ എന്നൊരു 10 സ്റ്റാർ ഹോട്ടലാണ്.
ഇപ്പൊ ഞാൻ ഇവിടാണ്. എന്നിട്ടെന്താ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു പോന്നത്? അതേ രാജ്യസ്നേഹം. ഇതിപ്പോ നോ സ്റ്റാർ ആണ്. ഈ 5 സ്റ്റാർ ഹോട്ടലിലും 10 സ്റ്റാർ ഹോട്ടലിലും നോ മീൽസ്, നോ റൂം, ഹൗസ് ഫുൾ എന്നീ ഇല്ലാന്ന് അർത്ഥം വരുന്ന വാക്കുകൾ എഴുതി വെക്കുന്നത് ഒരു ഫാഷനാണ്. ചായ കുടിക്കാം. ബോയ്, സാറിന് കടുപ്പം പറഞ്ഞ് നല്ലൊരു ചായ. സാറേ, ഇവിടെ ബോയും കേളും ഒന്നുമില്ല, മുഴുവൻ പുളുവാണ്. ഇപ്പൊ തന്നെത്താൻ പോയി ചായ അടിക്കാൻ പോയിരിക്കാണ്. ഈ 5 സ്റ്റാർ ഹോട്ടലേ അതിന്റെ പടിവാതിൽ കണ്ടിട്ടില്ല, ചുമ്മാ വെച്ചടിക്കാണ്. ചായക്ക് രാമായണം ബോംബെയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടതാണ്. ഇങ്ങനെയുടെ വാതകം പേടിച്ച് ഇവിടെ പലരും ചായ കുടിക്കാൻ വരാതെയായിട്ടുണ്ട്. ആ പിന്നെ ചായ എന്ന് പറഞ്ഞാൽ കൊച്ചപ്പന്റെ ചായ, അത് കൊച്ചപ്പൻ തന്നെ വേണം. ആ സാറൂടെ ഇരിക്കണം. എന്തൊക്കെയാ വിക്രമ വിശേഷം? ഇന്നലെ ഞാൻ നിന്നെ ശ്രദ്ധിച്ചു. നിനക്കെന്താ ഒരു ഗൗരവം? എന്താ പഴയപറമ്പിക്കാർക്ക് ഗൗരവം പാടുള്ളൂ. പക്ഷെ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇയാളെ ഞാൻ അങ്ങോട്ട് വന്ന് കാണണമെന്ന് വിചാരിച്ചതാ. എന്താ കാര്യം? പ്രായമായ പെമ്പിള്ളേരുമായി കറങ്ങി നടക്കാൻ ഇത് പട്ടണമൊന്നുമല്ല. ഓഹോ, അതാണോ കാര്യം? ഞാൻ ഇന്നലെ കണ്ടെത്തിന്ന് വരുന്ന വഴിക്ക് ഗീത അവിടെ നിൽക്കുന്നത് കണ്ടു. ഞാൻ ബോട്ടിൽ കയറ്റിക്കൊണ്ടുവന്നു, അത്രേ ഉള്ളൂ. അത് എനിക്കിഷ്ടമല്ലെന്നാ പറഞ്ഞത്. അത് ഗീതയുടെ അച്ഛനല്ലേ പറയേണ്ടത്? കുറുപ്പമ്മാവൻ വേണ്ട, ഞാൻ പറഞ്ഞാ മതി. എന്താ വിരട്ടുകയാണോ? അതെ. കളവിക്രമ, കാലത്തെ ജോലി ഉണ്ടാക്കി വെക്കാതെ. നമ്മൾ തമ്മിൽ ഇത് വേണോ? നമ്മൾ തമ്മിലെന്ന് പറഞ്ഞ നീ എന്റെ ആരാ? ചൂടാകാതെ വിക്രമ. ചൂടായാൽ നീ എന്ത് ചെയ്യൂടാ? എടാ, പഴയപറമ്പിക്കാർ ചട്ടം പിത്തരൊക്കെ ഭാര്യമാരെടുത്ത് നടക്കുള്ളൂ. പിന്നെ ക്ഷമയ്ക്കും ഒരു അതിരുണ്ട്. എന്റെ വീട്ടുകാരെ പറ്റി വല്ല അനാവശ്യവും പറഞ്ഞാൽ നീ എന്ത് ചെയ്യൂടാ? എടാ, നിന്നെ ഞാൻ കണ്ടോളാമടാ. എന്തോ കാണിക്കാനടാ? അവനെ സൂക്ഷിക്കണം, അവൻ എട്ടടി മൂർക്കനാ. എന്തോ സൂക്ഷിക്കാനാ? നീ വാ ഗോപി, നമുക്ക് വെറുതെ എന്തിനാ വഴക്ക് നടക്കുന്നത്?